അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഇബ്രാഹിം നബി സ്വയം ഒരു സമുദായമായിരുന്നു. മനുഷ്യ സമുദായത്തിന് എക്കാലവും ഉണർത്തി കാണിക്കാൻ കഴിയുന്ന ഒരു സമുദായമായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാം. പ്രവാചകൻ അള്ളാഹുവിന്റെ ഏകത്വത്തിൽ ഊന്നിയുറച്ച് വിശ്വസിക്കുകയും ലോക സാഹോദര്യത്തിൽ അധിഷ്ഠിതമായ ജീവിതം അവലംബിക്കുകയും ചെയ്ത മഹാനായ മനുഷ്യസ്നേഹി. സമൂഹത്തിൽ അള്ളിപ്പിടിച്ച് കിടന്നിരുന്ന ദുരാചാരങ്ങൾക്കും സ്നേഹശൂന്യമായ അവസ്ഥാന്തരങ്ങൾക്കുമെതിരെ ജീവിതം ഒഴിഞ്ഞുവെച്ച തീരാദോത്തമായ വിപ്ലവ മനസ്സ്. ഏകദേശം 3000-ഓളം വർഷങ്ങൾക്ക് മുമ്പ്, അക്കാലത്ത് വിശേഷിച്ചും ബാബിലോണിയ പോലെയുള്ള സ്ഥലങ്ങളിൽ വിഗ്രഹാരാധനകൾ വ്യാപകമായിരുന്നു. അതൊരു ദുർവൃത്തിയായി മനുഷ്യ മനസ്സിനെ തന്നെ പ്രാകൃതവും വികൃതവും മലിനവുമാക്കി കഴിഞ്ഞു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഈ ദുർവൃത്തിക്കെതിരെ ചിന്തിച്ചു. ഒപ്പം ഏകദൈവത്വത്തെക്കുറിച്ച് സൂക്ഷ്മദൃഷ്ടിയിൽ തന്നെ ആലോചിച്ച് കരുണാമയനായ ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു: എന്റെ നാഥ, ഈ നാടിനെ നിർഭയത്വം ഉള്ളവരുടേതാക്കണമേ. ഞങ്ങളെ വിഗ്രഹപൂജകളിൽ നിന്നും അകറ്റി നിർത്തണമേ. അന്ധരും ബധിരരുമായ ഈ വിഗ്രഹങ്ങൾ ഏറെ പേരെ വഴികേടിലാക്കിയിരിക്കുന്നു. ഇബ്രാഹിം നബിയുടെ ചര്യകളും മനഃശുദ്ധിയും തന്നെയും ബോധ്യപ്പെട്ട അള്ളാഹു തന്നെ ഇബ്രാഹിം നബിയെ പ്രവാചകനാക്കുകയാണ് അറിയിച്ച സന്ദർഭം പോലും ഉണ്ടായിട്ടുണ്ട്. താൻ അംഗീകരിച്ച ആ സന്ദർഭത്തിന്റെ സാക്ഷാത്കാരത്തിന് വേണ്ടി സർവസമർപ്പണ പ്രവണമായ മനസ്സോടെ ആത്മസ്ഥൈര്യത്തോടെ പരിശ്രമിക്കുക എന്നതാണ് ഇബ്രാഹിം നബിയുടെ കർമ്മപ്രകൃതം. ദാർശനിക ബോധത്തിലും അനുഭവങ്ങളുടെ വെളിച്ചത്തിലും വിഗ്രഹാരാധനകളുടെ അർത്ഥശൂന്യതയെ അദ്ദേഹം തുറന്നു കാണിച്ചു. സുപ്രചരിത വിശ്വാസങ്ങളുടെ വിലംഘനം ശിലാഭേദനം പോലെ സമാപഹമാണെന്ന് അദ്ദേഹത്തിന് അറിയാമെങ്കിലും അദ്ദേഹം ഒട്ടും തന്നെ ഭയന്നില്ല. തരിമ്പും പിന്മാറിയതുമില്ല. ആരോടും വിദ്വേഷമോ വിരാഗതയോ ഇല്ലാതെ, അല്പം പോലും വിഭ്രാന്തി കാണിക്കാതെ അദ്ദേഹം ദൃഢചിത്തനായി സകലമാന ഭവിഷ്യത്തുകളെയും നേരിടാൻ ഉറച്ച് അല്ലാഹുവിന്റെ കൽപ്പനയനുസരിച്ച് പ്രവർത്തിച്ചു. വ്യക്തികൾക്കും സമൂഹത്തിനും മാത്രമല്ല, ചരിത്രത്തിനു തന്നെ അളവറ്റ പ്രചോദനമായി ഭവിച്ചു. മാർഗിയായ ഒരു കശ്മല മനസ്സായിരുന്നു ഇബ്രാഹിം നബിയുടെ പിതാവ് ആസിറിന്. വിഗ്രഹങ്ങൾ ഉണ്ടാക്കിവിട്ട് പണം സമ്പാദിക്കുകയായിരുന്നു അദ്ദേഹം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരു നാളിൽ തന്റെ അഭിപ്രായം പിതാവിന്റെ മുമ്പിൽ അറിയിച്ചു. പിതാവ് കോപാകുലനായി മകനെ താക്കീത് ചെയ്തു: ഇബ്രാഹിം, നീ ഞങ്ങളുടെ ദൈവങ്ങളെ തന്നെ വെറുക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണെങ്കിൽ ഇവിടെ വെച്ച് നിർത്തണം. അതിൽ നിന്ന് പിന്മാറണം. എങ്കിൽ നീ എന്നേക്കുമായി എന്നെ വിട്ട് പോവണം. അനുസരിക്കാൻ നീ തയ്യാറല്ലെങ്കിൽ നിന്നെ ഞാൻ കല്ലെറിഞ്ഞകറ്റപ്പെടും. ും നിരോധവും ബഹിഷ്കരണവുമാണ് സമൂഹം ഇബ്രാഹിം നബിക്ക് സമ്മാനിച്ചത്. പക്ഷേ അദ്ദേഹം ഒരു തരിമ്പും കുലുങ്ങിയില്ല, പിന്മാറിയതുമില്ല. അദ്ദേഹത്തിന്റെ മനസ്സ് ഒട്ടും പതറിയില്ല. വാക്കുകൾ വിഫലങ്ങളാണ് എന്ന് വന്നപ്പോൾ സത്യത്തെ, അരുതായ്മകളെ ക്രിയാരൂപേണ നേരിടാൻ പ്രതിരോധിക്കാൻ തീരുമാനിച്ച ഇബ്രാഹിം നബി വിഗ്രഹങ്ങളെ നശിപ്പിക്കുവാൻ തുടങ്ങി. ഭവിഷ്യത്തുകളെ കുറിച്ച് നന്നായി അറിയാം. ഒന്നുകിൽ സർവനാശം, അല്ലെങ്കിൽ പ്രതിയോഗികളുടെ പിന്മാറ്റം. നാഗരികതയുടെ ചരിത്രത്തിൽ ബിൽജുറൻ എഴുതിയ ഒരു കഥ ശ്രദ്ധേയമാണ് ഇവിടെ. ഹിദിയോഗി എന്നൊരു ജപ്പാൻ ചക്രവർത്തി ബുദ്ധവിഗ്രഹമുണ്ടാക്കി. പെട്ടെന്നൊരു ഭൂകമ്പമുണ്ടായി. അതിൽ ബുദ്ധപ്രതിമ വീണുടഞ്ഞു. സ്വന്തം ഉടൽ പോലും സംരക്ഷിക്കാൻ കഴിയാത്ത നിനക്കെങ്ങനെ മറ്റൊരാളെ പരിരക്ഷിക്കാൻ കഴിയുമെന്ന് ചോദിച്ചുകൊണ്ട് ഹിദിയോഗി പ്രതിമാവശിഷ്ടത്തെ അമ്പെഴുതി വീഴ്ത്തി ശിഥിലമാക്കി കളഞ്ഞു. സവിസ്മയം നോക്കി നിന്നു. ഇബ്രാഹിം നബിയുടെ ചുറ്റുമുള്ള പ്രതിമകൾ തകർക്കപ്പെട്ടതായി കണ്ടപ്പോൾ ഇബ്രാഹിം നബിയെ ആശങ്കിച്ചു. നീയാണോ തകർത്തത് എന്ന ചോദ്യത്തിന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇങ്ങനെ പ്രതികരിച്ചു: ഇവിടെ കൂട്ടത്തിലെ വലിയവൻ ചെയ്തതാവണം. സംസാരിക്കുമെങ്കിൽ അവയോട് തന്നെ നിങ്ങൾ ചോദിച്ചു നോക്കൂ. എന്നിട്ട് ഇബ്രാഹിം നബി ഇങ്ങനെ തുടർന്നു: നിങ്ങൾക്ക് ഒരു ഉപകാരവും ചെയ്യാത്ത, ഒരു ഉപദ്രവം ചെയ്യാനാവാത്ത വിഗ്രഹങ്ങളെ നിങ്ങൾ എന്തിനെ ആരാധിക്കണം? ഇബ്രാഹിം നബിയുടെ പെരുമാറ്റം ഉദാരവും തീർത്തും സൗമ്യവുമായിരുന്നു. ഇത്രയൊക്കെ ആയിട്ടും ഇബ്രാഹിം നബിക്ക് സ്വന്തം പിതാവിനോട് പുച്ഛവും പരിഹാസവും തോന്നിയില്ല. അദ്ദേഹം വിരൽച്ചയോ വിരോധമോ കാണിച്ചില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം മനമുരുകി പ്രാർത്ഥിച്ചു: പിതാവിനെ മാറ്റിയെടുക്കണം, പിതാവിനെ നന്നാക്കിയെടുക്കണം. എല്ലാം സഹിച്ചു ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടെ തന്നെ കഴിഞ്ഞു.
മകന് പാടുള്ള തരത്തിൽ പിതാവിനെ ഉപദേശിച്ചു നോക്കി. കേൾക്കാനോ കാണാനോ അങ്ങേക്ക് ഉപകാരം ചെയ്യാത്ത എന്തെങ്കിലും വസ്തുക്കളെ എന്തിനാണ് ഇങ്ങനെ ദൈവമായി കരുതി പൂജിച്ചു കൊണ്ടിരിക്കുന്നത്? പിതാവേ, അങ്ങേക്ക് കൈവന്നിട്ടില്ലാത്ത ദൈവസന്നിധിയായ കഴിവ് ഇതെല്ലാം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിനായി പിതാവ് ദയവായി എന്നെ ശ്രദ്ധിക്കുക. അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ ഞാൻ നേർവഴി കാണിച്ചു തരാം. എന്റെ പിതാവേ, അങ്ങ് പിശാചിന് വഴിപ്പെടരുത്. തീർച്ചയായും പിശാച് പരമകാരുണികനായ ദൈവത്തെ ധിക്കരിച്ചവനാണ്. എന്റെ പിതാവേ, സർവശക്തനും കരുണാനിധിയുമായുള്ള ദൈവത്തിങ്കൽ നിന്ന് വരുന്ന വല്ല ശിക്ഷയും അങ്ങയെ പിടികൂടുമെന്ന് ഭയപ്പെടുന്നു. അപ്പോൾ അങ്ങ് പിശാചിന്റെ ഉറ്റമിത്രമായി മാറും. ഇത്രയും ആയപ്പോൾ പിതാവ് പ്രതികരിച്ചു, ഇബ്രാഹിമേ, നീ എന്റെ ദൈവങ്ങളെ പോലും വെറുക്കുകയാണോ? നിന്നെ ഞാൻ കല്ലെറിഞ്ഞകറ്റും. നീ എന്നേക്കുമായി എന്നെ വിട്ടു പൊയ്ക്കോ. ഇബ്രാഹിം നബി പിതൃവചനങ്ങൾക്ക് ഇങ്ങനെ മറുപടി നൽകി, അങ്ങേക്ക് നല്ലത് വരട്ടെ. അങ്ങേക്ക് പുറത്തു തരാൻ ഞാൻ എന്റെ ദൈവത്തോട് പ്രാർത്ഥിക്കാം. സംശയം ഇല്ല, അവൻക്ക് എന്നോട് ഏറെ കരുണയുള്ളവനാണ്. ഒരിക്കൽ പ്രബലരായ പ്രതിപക്ഷം ഇബ്രാഹിം നബിയെ ആളിക്കത്തുന്ന തീയിലെറിഞ്ഞ് സാഹസം കാണിച്ചു. അപ്പോൾ അത് ചൂടുള്ളതല്ല, കുളിർമെത്തയായാണ് ഇബ്രാഹിം നബിക്ക് തോന്നിയത്. വിശ്വാസ വിജയത്തിന്റെ നിശബ്ദമായ ഘോഷണമാണിവിടെ ഇറങ്ങിക്കേട്ടത്. ഏറെ പ്രായമായ കാലത്താണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് പുത്രനുണ്ടായത്. അദ്ദേഹത്തിന്റെ വിശ്വാസത്തിന്റെ തീവ്രത പരിശോധിക്കുവാൻ ദൈവം ഒരുങ്ങി. ഒരു നാൾ സ്വപ്നത്തിൽ ഇബ്രാഹിം നബിയെ അറിയിച്ചു, എന്റെ പുത്രനെ എനിക്ക് ബലി തരണമെന്ന്. ആരെയും അറിയിക്കാതെ സമർപ്പണ ബോധത്തോടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം മകൻ ഇസ്മായിൽ നബിയെയും കൂട്ടി ഒരു വിജനതമായ മരുഭൂമിയിലേക്ക് പോയി. ലക്ഷ്യസ്ഥാനത്തെത്തുവാനായപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം മകൻ ഇസ്മായിൽ നബിയോട് കാര്യങ്ങൾ അവതരിപ്പിച്ചു. വിസ്മയം എന്ന് പറയട്ടെ, മകന് ഒട്ടും വിഷമം ഉണ്ടായില്ല. അങ്ങനെ അവർ വിജനമായൊരു സ്ഥലത്തെത്തി. അവിടെ മകനെ മലർത്തിക്കിടത്തി. തറുക്കുവാൻ വേണ്ടി പട്ടയിൽ നിന്നും കത്തി വലിച്ചൂരി. എന്നാൽ അവന്റെ ലാളിത്യമാറുന്ന മുഖം കാണെ ഇബ്രാഹിം നബി ഹസ്തവീര്യനായി. തന്റെ കൈ ചലിക്കാതായി. മകന്റെ മുഖം കാണാത്ത രീതിയിൽ മകനെ ചരിച്ചു കിടത്തി. തന്റെ കഴുത്തറക്കുവാൻ മകൻ ആവശ്യപ്പെട്ടു. സത്യവിശ്വാസിയായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം വാളുയർത്തി വെട്ടാനൊരുങ്ങിയപ്പോൾ അല്ലാഹു ഇസ്മായിൽ നബിക്ക് പകരം ഒരു ആടിനെ ഇറക്കപ്പെട്ടു. അതാണ് പിന്നീട് മുസ്ലിങ്ങൾ എല്ലാവരും ഉലൂഹിയ്യത്ത് അറുത്ത് ആചരിക്കുന്നത്. പിന്നീട് ഇബ്രാഹിം നബിക്ക് അള്ളാഹുവിലുള്ള വിശ്വാസ പൂർണ്ണത ബോധ്യപ്പെട്ട് ഒരു പുത്രനെയും കൂടി ഇബ്രാഹിം നബിക്ക് സമ്മാനിച്ചു. ഇങ്ങനെയാണ് പിന്നീട് ഇസ്ഹാഖ് നബി ജനിക്കുന്നത്. അള്ളാഹു സർവജ്ഞനും ദൈവശക്തനുമാണ്. വിശ്വാസ തീവ്രതയിൽ സകലാനുഗ്രഹങ്ങളും ചൊരിയുന്ന കരുണാനിധിയായ അള്ളാഹുവിന്റെ മുമ്പിൽ അസാധ്യമായ ഒന്നുമേയില്ല. വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ ഇബ്രാഹിം നബിയെ കുറിച്ച് സുവർണാക്ഷരങ്ങൾ ഏറെയുണ്ട്. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്നവനായി അള്ളാഹു ഇബ്രാഹിം നബിയെ തിരഞ്ഞെടുക്കുകയും ഏറ്റവും നേരായ വഴിയിൽ അവരെ നയിക്കുകയും ചെയ്തു. ബഹുദൈവ വിശ്വാസിയല്ലാത്തത് കൊണ്ട് ഇഹലോകത്ത് നാം അദ്ദേഹത്തിന് നന്മ നൽകി. പരലോകത്ത് ഉറപ്പായും സച്ചരിതരിൽ ആയിരിക്കും ഇബ്രാഹിം നബിയെ ചേർത്തുന്നത്. ചൊവ്വായ പാതയിൽ നിലയുറപ്പിച്ച ഇബ്രാഹിം നബിയുടെ പാത പിന്തുടരണമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ബോധനം നൽകി. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പാത പിന്തുടർന്നതിനേക്കാൾ ഉത്തമമായ ജീവിത രീതി സ്വീകരിച്ചവർ ഇല്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ നാം തന്റെ സുഹൃത്തായി സ്വീകരിച്ചിരിക്കുന്നു. ഓർക്കുക, ആ ഭവനത്തെ, കഅബയെ നാം ജനങ്ങളുടെ മഹാസംഗമ സ്ഥാനമാക്കി, നിർഭയമായ സങ്കേതമാക്കി. ഇബ്രാഹിം നബി നിന്ന് പ്രാർത്ഥിച്ച ഇടം ഭക്തമഹാസമൂഹത്തിന്റെ നമസ്കാര സ്ഥലമാക്കി പവിത്രവൽക്കരിച്ചു. ത്വവാഫ് ചെയ്യുന്നവർക്കും പ്രാർത്ഥിക്കുന്നവർക്കുമെല്ലാം തല കുനിച്ചും സാഷ്ടാംഗം പ്രണമിച്ചും പ്രാർത്ഥിക്കുന്നവർക്കുമായി കഅബ എക്കാലവും ഭവന സംഗമ സ്ഥലമായി സംരക്ഷിക്കണം. ഇന്ന് അവിടെ നടക്കുന്ന ഹജ്ജും ഉംറയും ഇബ്രാഹിം നബിയുടെയും മകൻ ഇസ്മായിൽ നബിയുടെയും ഓർമ്മകൾ ഉയർത്തുന്നു. ദൈവാനുഗ്രഹം അനുസരിച്ച് സമുന്നതി സാക്ഷാത്കരിച്ചവർ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം സ്വയം ഒരു സമുദായമായിരുന്നു. അദ്ദേഹം അള്ളാഹുവിന് വഴങ്ങി ജീവിക്കുന്നവനായിരുന്നു. നേരായ വഴികളിൽ ഉറച്ചു നിന്നവനും സർവോപരി ഏകദൈവ വിശ്വാസത്തിന്റെ പ്രതീകവും ആയിരുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിദാനം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ
മാർഗവും ആദർശവും ഭാവവും ലോകത്ത് ജീവിക്കുന്നു. സകല അർത്ഥത്തിലും അതാണത്രേ ഏകദൈവ വിശ്വാസത്തിൽ ഊന്നിയ ഇസ്ലാം.